ലോക പ്രശസ്തമായിട്ടുള്ള ആറന്മുള കണ്ണാടി അല്ലെങ്കിൽ വാൽ കണ്ണാടി എന്ന് കേട്ടിട്ടുണ്ടോ? ഈ കാണുന്നതാണ് കേട്ടോ അത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ലോഹസങ്കരം അത് നല്ല രീതിയിൽ പോളിഷ് ചെയ്ത് അതാദ്യം ഉരുക്കി ഒഴിച്ച് മോൾഡ് ചെയ്ത് അതിന് നല്ല രീതിയിൽ പോളിഷ് ചെയ്തിട്ടാണ് കണ്ണാടി ഉണ്ടാക്കുന്നത് കേട്ടോ. സാധാ കണ്ണാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗ്ലാസിൻ്റെ പുറകുവശത്ത് എന്തെങ്കിലും ഒരു റിഫ്ലക്റ്റിംഗ് മെറ്റീരിയൽ പേസ്റ്റ് ചെയ്തിട്ടാണ് സാധാ കണ്ണാടി ഉണ്ടാക്കുന്നത്. എന്നാൽ ഇത് തീർച്ചയായും അങ്ങനെയല്ല, ഒരു ലോഹം പോളിഷ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വില നോക്കുമ്പോൾ നല്ല വില വരുന്നുണ്ട്. കാരണം അതെന്താണെന്ന് ചോദിച്ചപ്പോഴാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടിയത് കേട്ടോ. അപ്പോൾ എത്ര ചെറിയ കണ്ണാടിയാണെങ്കിലും വലിയ കണ്ണാടിയാണെങ്കിലും ഓരോ കണ്ണാടിക്ക് വേണ്ടിയിട്ട് ഓരോ മോൾഡാണ് ഇവർ തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ കാണുന്ന ഇതാണ് ഒരു കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കിയ മോൾഡാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് ഈ ഒരു ലോഹം അല്ലെങ്കിൽ ഈ ഒരു മെറ്റീരിയൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഉരുക്കി ഒഴിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഉരുക്കി ഒഴിച്ച് ഇതിൻ്റെ ഉള്ളിലത്തെ സർഫസ് എന്ന് പറഞ്ഞാൽ അത്രയും ഈ കാണുന്നതാണ് മെറ്റീരിയൽ കേട്ടോ. ഇതാണ് അതിൻ്റെ ലോഹസങ്കരം, ഇതാണ് അതിലേക്ക് ഉരുക്കി ഒഴിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള മോൾഡ് എന്ന് പറയുന്നത് അത്രയും മിനുസമുള്ള മോൾഡായിരിക്കും. ഈ കാണുന്നതാണ് ഇത് മോൾഡിൽ നിന്ന് പൊട്ടിച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ അത്രയും മിനുസം ഉള്ള സർഫസ് ആയിരിക്കും ഉള്ളിലുണ്ടാവുക. അപ്പോൾ അത് ഓരോ പ്രാവശ്യം ഒരു ചെറിയ കണ്ണാടിയാണെങ്കിലും വലിയ കണ്ണാടിയാണെങ്കിലും ഇത് ഓരോ പ്രാവശ്യം ഈ മോൾഡ് ഉണ്ടാക്കി അതിൽ ഒഴിച്ചത് പൊട്ടിക്കും. അങ്ങനെയാണ് ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വില എന്ന് പറയുന്നത് ഒരു ഏറ്റവും ചെറിയ കണ്ണാടി തൊട്ടിട്ട് ഇതാണ് കേട്ടോ യഥാർത്ഥ വാൽ കണ്ണാടി എന്ന് പറയപ്പെടുന്നത്. ഈ ഒരു ഷേപ്പുള്ളതാണ് യഥാർത്ഥ വാൽ കണ്ണാടി. അപ്പോൾ ഏറ്റവും ചെറിയ വാൽ കണ്ണാടിക്ക് 1500 രൂപ മുതൽ 20,000 30,000 ഒക്കെ രൂപ വില വരുന്ന വാൽ കണ്ണാടികൾ ഇവിടെ കണ്ടു കേട്ടോ. അവിടെ അവൈലബിൾ ആണ്. ഇവർ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. ഇവരൊരു പാരമ്പര്യമായിട്ട് കണ്ണാടി ഉണ്ടാക്കുന്ന ഒരു ഫാമിലിയാണ്.